ഹായ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അങ്ങനെ വീട്ടിലെ സുഖവാസമൊക്കെ അവസാനിച്ച് തേർഡ് ഇയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പുതിയതായിട്ട് ആരെങ്കിലും ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. ഐ എം മിൻഹ, പഠിക്കുന്നത് ബിടെക് തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. രാവിലെ തന്നെ അമ്മ കഴിക്കാനുണ്ടാക്കുന്നത് ആസ് യൂഷ്വൽ കുറച്ച് വെറൈറ്റി ആണ്. അത് എന്താന്ന് വെച്ചാൽ ബീട്രൂട്ട് ഇവിടെ എനിക്കും എൻ്റെ അനിയത്തിക്കും ഇഷ്ടമല്ല. ബീട്രൂട്ടും ഇഷ്ടമല്ല. ബീട്രൂട്ട് പിന്നെ നമ്മൾ സാധാരണ ഉപ്പേരിയൊക്കെ വെച്ചാണല്ലോ കഴിക്കുക. എനിക്ക് ഉപ്പേരിയും ഇഷ്ടമല്ല. അപ്പം ഉമ്മ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ബീട്രൂട്ട് വയറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കി. എന്നിട്ടത് ചപ്പാത്തി മാവിൻ്റെ ഉള്ളിൽ വെച്ച് പ്രസ്സിൽ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തന്നു. കഴിക്കാൻ എന്താ പറയുക, കുഴപ്പമില്ല. ബീട്രൂട്ട് ഒന്നാമത് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് നമുക്കൊരു പരിപാടി ഉണ്ട്. അതിന് മുന്നേ ഇതുമ്മ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ചെറിയ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഉണ്ടാക്കാനാണ് വിചാരിച്ചതെങ്കിലും അന്ന് ഞങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് പായസം വേറൊരു ദിവസം ഉണ്ടാക്കാമെന്ന് പറയുമായിരുന്നു. പിന്നെ ചെറുപയറുപ്പരിപ്പ് പായസം നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കൊല്ലങ്ങളായിട്ടുള്ള എൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ഫോണ് ഞാൻ മാറ്റി ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേഷനൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നതുകൊണ്ട് ഐഫോണിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. അനിയത്തിനെ ഓൾറെഡി ഒരു സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഹ്യൂമാനിറ്റീസ് ആണ് അവൾക്ക് കിട്ടിയത്. അപ്പോൾ കൊമേഴ്സിലേക്ക് മാറ്റി ചേർക്കുകയാണ്. ആൻഡ് ഞാൻ പഠിച്ച സ്കൂളിലേക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. തേർഡ് അലോട്ട്മെന്റിലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതുവരെ ഞാൻ സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു നല്ല ടൈറ്റാണ്, റാങ്ക് ഒന്നും പുഷ് വരുന്നില്ല, അപ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ റാങ്കിൽ നല്ലൊരു പുഷ് വന്നു. അങ്ങനെ പെർമനന്റ് ആയിട്ട് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ റേഷൻ കാർഡിന്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതെടുക്കാൻ വേണ്ടി ബുക്ക് സ്റ്റാളിലൊക്കെ ഒന്ന് പോയി. അങ്ങനെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ചെരുപ്പ് നോക്കാൻ വന്നതാണ്. എൻ്റെ 5th സെം ക്ലാസ് ഒക്കെ നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു ചെരുപ്പ് ഡെയിലി വെയറിന് വേണ്ടിയിട്ട് വാങ്ങണം. ഞാൻ എല്ലാം തൊട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മറ്റേ റബ്ബർ ടൈപ്പ് ചെരുപ്പാണല്ലോ ഇപ്പോൾ കുറേ, അപ്പോൾ അത് ഇഷ്ടമല്ല. ഒരു ടോട്ട് ബാഗും കൂടെ വാങ്ങണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അവിടെ നല്ലതുണ്ടെങ്കിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് വേറെ കടകളിലൊക്കെ ഒന്നും പോകാനും വയ്യ. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒരെണ്ണെടുത്തു. ചെരുപ്പ് ഞാനൊരു 3 ചെരുപ്പിൽ കൺഫ്യൂസ്ഡ് ആയി. ആ ലെഫ്റ്റ് കാലിൽ കിടക്കുന്ന പിങ്ക് ചെരുപ്പിൽ കറക്റ്റ് ആ കളറാണ് യൂണിഫോമിൻ്റെ ടോപ്പ് വരുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ യൂണിഫോമിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ അത്രയും ദേഷ്യം വേറെ ഒന്നിനോടും. കാലിൽ ഇട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇട്ട ഈ ചെരുപ്പാണ് ഏറ്റവും ഭംഗിയുണ്ടായിരുന്നത്. മറ്റതാണെങ്കിൽ പിന്നെ യൂണിഫോമിൻ്റെ കളറാണെങ്കിലും ആ ബക്കിളൊക്കെ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ ആ ഇട്ടപ്പോൾ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ ചെരുപ്പില്ല, അതിൻ്റെ താഴ്ഭാഗം ഫുള്ള് വെള്ളയാണ്. ഇപ്പം മഴ ആയതുകൊണ്ട് ഫുൾ ചളിയാവും, അതുകൊണ്ട് അത് കഴുകി നടക്കലാവും പിന്നെ പണി. അതുകൊണ്ട് ലാസ്റ്റ് ആ ബ്രൗൺ ഷെയ്ഡുള്ള ചെരുപ്പ് എടുത്തിട്ട് വന്നു. പിന്നെ തലേന്ന് ബിരിയാണി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് തലേന്നത്തെ ബിരിയാണി പിറ്റേന്നാണ് ഏറ്റവും ടേസ്റ്റ്. അത് കഴിച്ചു. പിന്നെ കുറച്ച് പംകിൻ സീഡ് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. രാവിലെ പായസം വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതും ഒരു ഗ്ലാസ് കുടിച്ചു. അങ്ങനെ വയറൊക്കെ ഫില്ലായി. ഞാനൊരു ഇന്റേൺഷിപ്പ് ഓൺലൈനായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് സെഷൻ 2-3 ദിവസം കൂടുമ്പോൾ 1 മണിക്കൂർ അങ്ങനെ ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാൻ അതെടുത്ത് തുറന്നു വെച്ചപ്പോഴേക്കും വീട്ടിൽ ഗസ്റ്റ് വന്നു. ആക്ച്വലി ലാസ്റ്റിലെ ലൈവ് എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ റെക്കോർഡഡ് സെഷൻ കാണാമെന്നും പറഞ്ഞാണ് ഇരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ആക്കി വെച്ചൊരു റെസിപ്പി ഉണ്ടായിരുന്നു, അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്രെഡ് കൊണ്ടൊരു ഡോനറ്റ്. സിമ്പിളാണ്. റെസിപ്പി പറയുകയാണെങ്കിൽ ബ്രെഡിലേക്ക് പാലൊഴിക്കുക, ബ്രെഡ് പൊടിച്ചിട്ട് പാലൊഴിക്കുക. പക്ഷേ ആ റെസിപ്പിയിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. എനിക്ക് കുറച്ച് നല്ല മധുരം വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാര പൊടിക്കാനൊന്നും നിന്നില്ല. പാലിൽ പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് ആ പാലാണ് ഒഴിച്ചത്. എന്നിട്ട് നമ്മുടെ ഡോനറ്റിനെ ഷേപ്പാക്കി എടുക്കുക, എണ്ണയിലിട്ട് പൊരിക്കുക. പൊരിച്ചപ്പോൾ എനിക്ക് നഗറ്റ്സ് പോലെയൊക്കെ തോന്നി. ഈ ബ്രെഡ് കൊണ്ടുള്ള ഈ സാധനങ്ങൾ പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ചോക്ലേറ്റ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. സാധാ നോർമൽ ഡോനറ്റ് ഇല്ലേ കുഴച്ച് പരത്തി ഉണ്ടാക്കുന്നത്, അതും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് 3-4 തവണ. പക്ഷേ അത് ഭയങ്കര പണിയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളതുകൊണ്ട് വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നത്, മിൽക്ക് ചോക്ലേറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു കുത്തൽ കുറയ്ക്കാൻ വേണ്ടി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ഡിപ്പ് ഉണ്ടാക്കിയെടുത്തത്. ഇനിയിപ്പോൾ കുറച്ച് കാലം ഹോസ്റ്റൽ, കോളേജ്, ഡേ ഇൻ മൈ ലൈഫുകളൊക്കെ ആയിരിക്കും. ഇത് ചെരുപ്പ് കടൻ്റെ തൊട്ടപ്പുറത്തൊരു ഫാൻസി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോളേജിലേക്ക് എന്നിട്ടുകൊണ്ട് പോകാൻ ഒരു കമ്മൽ വേണം. കമ്മലിടാൻ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ എൻ്റെ കാതിൽ ഓട്ട അടയോ എന്നുള്ള പേടിയുണ്ട്. ഈ കമ്മലാണ് ഞാൻ ഡെയിലി വെയറിനെന്നും പറഞ്ഞ് വാങ്ങിയത്. പിന്നെ ആദ്യം കാണിച്ച ആ സെറ്റ് അത് അവർ 100 റുപ്പീസ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങി. അതിൽ തന്നെ 2 കമ്മൽ അനിയത്തിമാരെടുത്ത് അപ്പം തന്നെ ഇടുകയും ചെയ്തു. ഈ 2 കമ്മലും ഉമ്മ പുറത്തു പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അതിൽ ആ ലെഫ്റ്റ് കയ്യിലിരിക്കുന്ന കമ്മൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ബാഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, ഡെയിലി കോളേജിൽ കൊണ്ടുവരാൻ ഏറ്റവും ബെസ്റ്റ് ബ്ലാക്ക് ആണെന്ന് അനിയത്തി പറഞ്ഞു. കാരണം ഇതിന് മുമ്പ് ഒരു ഓഫ് വൈറ്റ് ബാഗ് അടിപൊളി സാധനം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അത് ചളി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലും ആവില്ല, അപ്പോഴേക്കും അത് ചളിയോ. മേ ബി ഞാൻ കൊണ്ടു നടക്കുന്നതിന്റെ കൂടുതലുകൊണ്ടായിരിക്കാം. ആ ഒരു റെക്കോർഡഡ് സെഷൻ ക്ലാസ് കണ്ടു തീർക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കഴിഞ്ഞല്ലോ. ലാപ്പിന്റെ കാര്യമാണെങ്കിൽ തീരുമാനമായിട്ടുണ്ട്, ഡെഡ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തകരാറുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ വീട്ടിൽ പുതിയൊരു ഗസ്റ്റ് ഉണ്ട് ഗൈസ്. മോളിന്ന് വീണ് കിട്ടിയതാണ്. ഇവനാണ്. കുക്കിന്നോ ലിയോന്നോ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് ഞങ്ങള്. പക്ഷെ എന്ത് വിളിച്ചിട്ടും കാര്യമില്ല, അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. കിട്ടിയ സമയത്ത് ആള് ഭയങ്കര പാവായിരുന്നു. ഇപ്പോൾ വികൃതി എന്ന് പറഞ്ഞാൽ
അത്രയും വികൃതിയുള്ള ഒരാൾ വേറെ ഇല്ല. ഇവന്റെ പ്രായത്തിലുള്ള പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഏറെക്കുറെ സിബ്ലിങ്സിന്റെ കൂടെ കളിക്കുന്ന സമയമാണല്ലോ. ഇവന്റെ കൂടെയുള്ള പെൺകുഞ്ഞിനെ ആണെങ്കിൽ കണ്ടംപൂച്ച വന്നിട്ട് കടിച്ചു കൊന്നു. അന്ന് ഭയങ്കര സാഡായിരുന്നു ഞങ്ങളെല്ലാവരും, ഭയങ്കര ഒരു ബാഡായിപ്പോയി. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? നല്ല ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും, ഇനിയിപ്പോൾ പൂച്ചക്കുഞ്ഞൊന്നും ആവണ്ട, സാധാ കുട്ടിയായാലും മതി, ഇങ്ങനെ കിളുമ്പുന്ന ടൈപ്പ്. ഞാൻ അങ്ങനെയാണ്. കിളുമ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ രാത്രി ഫുഡ് കഴിച്ചത് എടുത്തില്ല, പക്ഷേ ഈ ഐറ്റംസൊക്കെ കഴിച്ചു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നില്ല. എൻ്റെ ലാസ്റ്റിലെ ലോങ് വീഡിയോ കോപ്പിറൈറ്റ് അടിച്ചു പോയി. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്താ അർജൻറ്റീന വേഴ്സസ് അൾജീരിയ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്സിനാണ് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയത്. പോണതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷേ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നത് കുറച്ച് പണിയാണ്, ടൈം എടുക്കും. ഈ വോൾ സ്റ്റിക്കർ കുറച്ച് ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് കിച്ചൻ്റെ വർക്ക് ഏരിയ കുറച്ച് മോശമായി കിടക്കുന്നുണ്ട് ഒരു ഭാഗം. അപ്പോൾ അവിടെ ഒട്ടിച്ചു തരുമെന്നാണ് ചോദിച്ചത്. എൻ്റെ മടി കാരണം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഇനി കോളേജ് തുറന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇതിന് ഇതാക്കൂല. അപ്പോൾ എനിക്ക് ആ ഒരു സങ്കടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പണി കൂടെ ഞാൻ അങ്ങ് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് കാണുമ്പോൾ അടുത്ത വീഡിയോ ഇടാൻ വേഗം ഒരു ത്വരയൊക്കെ വരും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.